53,893 എയിംസ് കല്യാണിയിൽ അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ട്. 47 ക്ലോസിംഗ് റാങ്ക്. സോ അത്രയും ഡിമാൻഡിംഗ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെയാണ് എയിംസ്. 60,451 റാങ്കിനാണ്. സോ ഒരു 60,000 ആ ഒരു റാങ്കിന് വരെ പ്രതീക്ഷ. ഹായ് എവരിവൺ, ദിസ് ഇസ് ANG ഫ്രം ആർക്കേനെക്സ്. സോ എല്ലാ നീറ്റ് ആസ്പിരൻസിൻ്റെയും ഏറ്റവും വലിയ ഡ്രീംസിലൊന്നായിരിക്കും രാജ്യത്തെ ഏതെങ്കിലും ഒരു എയിംസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ, ഒരു എയിംസ് ക്യാമ്പസിൽ MBBS ചെയ്യുക എന്നുള്ളത്. അതിന് ഒരുപാട് റീസൺ ഉണ്ട്. അവിടുത്തെ ഇൻഫ്രാസ്ട്രക്ചർ, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാക്കൽറ്റി ലൈനപ്പ് ആൻഡ് അവിടുന്ന് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന എക്സ്പീരിയൻസ്, ഇതൊക്കെ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും. ബട്ട് എയിംസ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ഒരു അഡ്മിഷൻ കിട്ടുക എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ടാസ്ക് തന്നെയാണ്. അപ്പോൾ രാജ്യത്തെ 20ഓളം വരുന്ന നമ്മളുടെ എയിംസ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ഏതെങ്കിലും ഒന്നിൽ അഡ്മിഷൻ ലഭിക്കാൻ ഏത് കട്ട് ഓഫ് ആയിരിക്കും നിങ്ങൾ ക്രോസ് ചെയ്യേണ്ടതായിട്ടുള്ളത്, ലാസ്റ്റ് റാങ്ക് എന്തായിരിക്കും വരേണ്ടത്, ഈ ഒരു കാര്യമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾക്കറിയാം, എയിംസിൽ അഡ്മിഷൻ കിട്ടുക എന്ന് പറയുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞു, അത്ര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടാസ്ക് ആണ്. യെസ്, ആദ്യം നമ്മൾ നോക്കുന്നത് എയിംസ് ഡൽഹിയാണ്. ഓക്കെ, എയിംസ് ഡൽഹിയുടെ ജനറൽ വിഭാഗത്തിന്റെ കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 47 ആയിരുന്നു. അപ്പോൾ ഇത്രയും മത്സരം നടക്കുന്ന ഒരു എയിംസ് ഡൽഹി എന്ന് പറയുന്ന അത്ര പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള നമ്പർ 1 ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ സാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളിൽ ഒന്നാണ് എയിംസ് ഡൽഹി. സോ 47 മാത്രമാണ് അഡ്മിഷൻ ലഭിച്ചത്. യെസ്, EWSൽ ഇക്കണോമിക്കലി വീക്കർ സെഷനിൽ 214, OBC 186, SC 647 ആൻഡ് ST 1000 and 150,000. ഓക്കെ, 1150. എയിംസ് ജോധ്പൂർ ജനറൽ കാറ്റഗറിയിൽ 374 അഡ്മിഷൻ ലഭിച്ചത്. EWSൽ 805, OBCയിൽ 695, SCയിൽ 4912, ST കാറ്റഗറിയിൽ 10,281. യെസ്, നെക്സ്റ്റ് വൺ ഇസ് എയിംസ് ഭോപ്പാൽ. എയിംസ് ഭോപ്പാലിൽ ജനറൽ കാറ്റഗറിയിൽ 510 കട്ട് ഓഫ് വന്നത്. EWSൽ 1013, OBC 992, SC കാറ്റഗറി 5,850 ആൻഡ് ST കാറ്റഗറി 15,645. യെസ്, ചില കോളേജുകൾ എന്ന് പറയുന്നത് ലാസ്റ്റ് റൗണ്ടിനെയും കൂടി കൺസിഡർ ചെയ്തിട്ടാണ് കേട്ടോ. യെസ്, എയിംസ് ഭുവനേശ്വർ ഇസ് നെക്സ്റ്റ് വൺ. ഓപ്പൺ കാറ്റഗറി ദ കട്ട് ഓഫ് ഇസ് 594, EWS 1,790, OBC കാറ്റഗറി വന്നപ്പോൾ 1,252, SC കാറ്റഗറി ആണെങ്കിൽ 7,879, ST കാറ്റഗറി ആണെങ്കിൽ 17,557. യെസ്, നെക്സ്റ്റ് വൺ ഇസ് എയിംസ് ഋഷികേശ്. 731 മാത്രമാണ് ജനറൽ കാറ്റഗറിയിൽ കഴിഞ്ഞ വർഷം അഡ്മിഷൻ ലഭിച്ചത്. 1,200 EWS വിഭാഗത്തിലും OBCക്ക് 1,233 അഡ്മിഷൻ കിട്ടി. SC കാറ്റഗറി ആണെങ്കിൽ 8,393 ആൻഡ് ST കാറ്റഗറി എടുക്കുകയാണെങ്കിൽ 19,156. ഓക്കെ, എയിംസ് നാഗ്പൂർ 946 ആണ് ജനറൽ കാറ്റഗറിയുടെ കട്ട് ഓഫ്. 1,824 EWS, 1,701 OBC, 10,774 SC, 22,387 ST. നെക്സ്റ്റ് വൺ ഇസ് എയിംസ് റായ്പൂർ. ജനറൽ കാറ്റഗറി 1,174, 2,132 EWS, 1,910 OBC, 12,473 SC, 29,531 ST വിഭാഗത്തിൽ നിന്ന് ലഭിച്ചു. എയിംസ് പാട്ന ജനറൽ 1,297, EWS 2,371, OBC 1,963, ദെൻ SC കാറ്റഗറി 15,343, ST കാറ്റഗറി 36,138. നെക്സ്റ്റ് വൺ ഇസ് എയിംസ് ബദിൻഡ. 1,576 ഓപ്പൺ വിഭാഗത്തിൽ ലഭിച്ചു. 3,603 EWSലും 2,721 SC കാറ്റഗറിയിലും 16,961 SC കാറ്റഗറിയിലും, OBC ആണ് 2,721, SC 16,961, ST 40,833. അപ്പോൾ 40,000 അവിടെ അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ട്. എയിംസ് മംഗൾഗിരി 1,836 ജനറലിന്റെ ക്ലോസിംഗ് റാങ്ക് എന്ന് പറയുന്നത്. 3,329 EWS, 3,214 OBC, 21,926 SC, 41,495 ST കാറ്റഗറിയുടെ ക്ലോസിംഗ് റാങ്ക്. എയിംസ് രാജ്കോട്ട് 1,854 ജനറൽ കാറ്റഗറി, 2,574 EWS, OBC 3,057, SC 22,958
ആൻഡ് ST 35,334. നമ്മൾ എല്ലാ കോളേജുകൾ നോക്കുകയാണെങ്കിലും ഒരു 3,000, 4,000. എയിംസ് മധുരയാണ് 4,454 അഡ്മിഷൻ ലഭിച്ചത്. അപ്പം നിങ്ങളുടെ ഓൾ ഇന്ത്യ റാങ്ക് 4,000-നുള്ളിലാണെങ്കിൽ, നിങ്ങളൊരു ജനറൽ കാറ്റഗറിയിലാണെങ്കിൽ പോലും നിങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യതകളുണ്ട്. യെസ്. ആൻഡ് EWS വരുമ്പോൾ അത് 6,186-ഉം OBC കാറ്റഗറി 5,142-മാണ് എയിംസ് മധുരയിൽ കിട്ടിയത്. SC കാറ്റഗറി വരികയാണെങ്കിൽ 31,837 SC കാറ്റഗറിയിൽ കിട്ടിയിട്ടുണ്ട്. 60,451 ST കാറ്റഗറിയിലുള്ള 60,451 എയിംസ് മധുരയിൽ കഴിഞ്ഞ വർഷം അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ട്. യെസ്. അപ്പോൾ ഒരു 50,000, 40,000, 60,000 ആണ് ഏറ്റവും കൂടുതലായിട്ട് പോയത്. ഒരു 50,000, എനിവേ ഒരു 50,000 റാങ്ക് ആണെങ്കിൽ ഈ ഒരു കാറ്റഗറിയിൽ നമുക്ക് പ്രതീക്ഷയുണ്ട്. യെസ്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ സ്വപ്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള എയിംസിൽ പഠിക്കാൻ വേണ്ടി വരുന്ന കട്ട് ഓഫ് എന്ന് പറയുന്നത്. ആൻഡ് നമുക്കിനിയും ഒരുപാട് വീഡിയോസിലൂടെ വീണ്ടും മീറ്റ് ചെയ്യാം, ഒരുപാട് ക്ലാസ്സുകളിലൂടെ നമുക്ക് കാണാം. സി യു. ബൈ.